അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഈ ഓഗസ്റ്റ് 15 ഇന്ത്യക്ക്, സ്വതന്ത്ര ഇന്ത്യക്ക് 79 വയസ്സ് പൂർത്തിയാവുകയാണ്, 80ലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ത്യ വളരെ സവിശേഷമായ പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ്. ബഹുമത ബഹുസ്വര സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യം. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് മാത്രം എടുത്തു പറയാവുന്ന അനേകം പ്രത്യേകതകളുണ്ട്. അതിലൊന്ന് ഇന്ത്യ രാജ്യത്തെ അധിവസിക്കുന്ന സമൂഹത്തിൻ്റെ വൈവിധ്യമാണ്. വൈവിധ്യം അത്ഭുതകരമാണ്. ലോകത്തെവിടെയെങ്കിലും ഇതുപോലൊരു സമൂഹം നിലനിൽക്കുന്നുണ്ടോ എന്ന് സംശയിക്കാവുന്ന വിധത്തിലാണ് നമ്മളുടെ വൈവിധ്യം. എത്ര വിധത്തിലുള്ള മതങ്ങൾ, എത്ര ജാതി വിഭാഗങ്ങൾ, എത്രയധികം ഭാഷകൾ, എത്രയധികം സംസ്കാരങ്ങൾ, എത്രയധികം ഭക്ഷണ രീതികൾ, എല്ലാം വ്യത്യസ്തം തന്നെ. നിലനിൽക്കുന്ന വിശ്വാസവും സംസ്കാരവും പരസ്പരം യോജിച്ച് നിൽക്കുന്നവയുണ്ട്. വൈരുദ്ധ്യങ്ങൾ വരെ വെച്ച് പുലർത്തുന്നവരുണ്ട്. നേരെ വിരുദ്ധമായ ആശയങ്ങൾ വെച്ച് പുലർത്തുന്നവർ ഈ രാജ്യത്തെ അധിവസിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്ത് തന്നെ ഒരത്ഭുതമായി നിലനിൽക്കുന്ന ഒരു പ്രത്യേക ഭൂപ്രദേശമാണ് നമ്മളുടെ ഇന്ത്യ. നമുക്കറിയാം, പല വിദേശ രാഷ്ട്രങ്ങളും അവിടെ ഒന്നോ രണ്ടോ ഭാഷകളുണ്ടാകും, ഒന്നോ രണ്ടോ മതവിശ്വാസങ്ങളുണ്ടാകും. അവർക്കൊന്നിച്ചങ്ങനെ ജീവിച്ചു പോകാം. ഒരു ഭരണാധികാരി ഉണ്ടാകും, ആ രീതിയിൽ അങ്ങനെ ജീവിച്ചു പോകും. ഇന്ത്യ അങ്ങനെയൊന്നുമല്ല. എണ്ണമറ്റ ഭാഷകളും വേഷങ്ങളും ഭാവങ്ങളും ഭക്ഷണ രീതികളും എല്ലാം കൊണ്ട് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു രാജ്യം. ഈ രാജ്യത്താണ് മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മൾ ജീവിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് ഈ ലോകത്ത് തന്നെയും ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. ഇന്തോനേഷ്യയാണ് മറ്റൊന്നുള്ളത്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗം മുസ്ലിങ്ങളാണ്. അത്രയധികം മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് താമസിക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങളിലുള്ളതിനേക്കാളേറെ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യമാണിത്. സ്വാഭാവികമെന്നോണം പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ രാജ്യത്ത് കടന്നു വരും. ഇവിടുത്തെ ഭരണാധികാരികൾ അത് നന്നായി കൈകാര്യം ചെയ്യുന്നവരുണ്ട്. പല രീതിയിലുള്ള സമീപനങ്ങളും അതിനോടൊക്കെ സ്വീകരിക്കാറുണ്ട്. ഇത്ര വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾ താമസിക്കുന്നിടത്തുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഈ രാജ്യത്തുണ്ടാവാം. ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതി, പരസ്പരമുള്ള വിദ്വേഷവും ധ്രുവീകരണവും വളരെ കൂടുതലായി വരുന്നു എന്നുള്ളതാണ്. മീഡിയകളടക്കം മറ്റു പല സംവിധാനങ്ങളും എല്ലാം ഇതിൽ അവരുടേതായ റോളും പങ്കുമൊക്കെ വഹിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഇന്ന് പൊതുവെ അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തിലും ഈ രാജ്യത്ത് താമസിക്കുന്ന മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മൾ ഏറ്റവും ആദ്യം കാണേണ്ട ഒരു സംഗതി, ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റിയും ഇസ്ലാമിൻ്റെ വിശ്വാസവും ആദർശവും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ല മുസ്ലിങ്ങളായി, നല്ല മനുഷ്യരായി ഈ നാട്ടിൽ താമസിക്കുകയും കഴിയുകയും എന്നുള്ളതാണ്. ഇതര ജനവിഭാഗങ്ങളോട് വളരെ മാന്യമായിട്ട് മാത്രമേ വർത്തിക്കാവൂ. അത് ഇസ്ലാം നമ്മളുടെ മുമ്പിൽ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. വർഗീയതയും വിദ്വേഷവുമൊക്കെ ആര് പ്രചരിപ്പിച്ചാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അയാൾക്ക് ഒരിക്കലും ഒരു വർഗീയവാദിയാകാൻ കഴിയില്ല, ഒരു വംശീയവാദിയാകാൻ കഴിയില്ല, മറ്റേതെങ്കിലും സങ്കുചിതമായ വാദങ്ങൾ വെച്ച് പുലർത്താൻ കഴിയില്ല. മുസ്ലിമിനെ സംബന്ധിച്ച് ആര് വർഗീയവാദികളായാലും മുസ്ലിങ്ങൾ വർഗീയവാദികളായിക്കൂടാ. ഇവിടുത്തെ ഒരു ജനവിഭാഗത്തോടും നമ്മൾക്ക് പ്രത്യേകമായ വിദ്വേഷമില്ല, ഉണ്ടാകാൻ പാടില്ല. അത് ഇസ്ലാമിൻ്റെ ഒരു നിലപാടാണ്. ഈ സാഹചര്യത്തിനനുസരിച്ച് രൂപപ്പെട്ടു വന്നൊരാശയമല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത്, ലാ യജ്രിമന്നക്കും ശനാനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. എത്ര ഉന്നതമാണ് ഈ ആശയം! ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം അവരുടെ അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുതേ എന്നാണ്.
എഴുതിലു, നിങ്ങൾ നീതിയോടുകൂടി വർത്തിക്കുക. അതാണ് ധർമ്മനിഷ്ഠയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതെന്നാണ്. വെറുപ്പുള്ളവരുണ്ടാവാം, പ്രശ്നങ്ങളുള്ളവരുണ്ടാവാം, എന്നാലും മാന്യമായിട്ടേ വർത്തിക്കാവൂ. മുസ്ലിം ഒരിക്കലും വർഗീയവാദിയോ വംശീയവാദിയോ ഒന്നുമായിക്കൂടാ എന്നതാണ്. രണ്ടാമതൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ രാജ്യത്ത് നമ്മൾ സ്വതന്ത്രരായി ജീവിക്കുന്നവരാണ്. മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തെ പൗരന്മാർ എന്ന നിലക്ക് എല്ലാ അവകാശങ്ങളും ഇവിടെ ലഭിക്കേണ്ടതുണ്ട്. ഏറെക്കുറെ അത് ലഭിക്കുന്നുണ്ട് എന്നല്ല, അതേപോലെ തന്നെയാണ് ഈ രാജ്യത്തോടുള്ള ബാധ്യതയും നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ നാടാണ്, നമ്മൾ ജനിച്ചു വളർന്ന നാടാണിത്. ഈ നാട്ടിനോടുള്ള കൂറും സ്നേഹവുമൊക്കെ നമ്മുടെ ബാധ്യതയായിട്ട് വരുന്നൊരു സംഗതിയാണ്. ആ ബാധ്യതയും വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഈ പുരോഗമനപരമായ കാര്യങ്ങളിൽ നമ്മളുടേതായ പങ്കാളിത്തം നമ്മൾ വഹിച്ചേ പറ്റൂ. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത്, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ വത്തഖുല്ലാഹ്. പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ നന്മയിൽ എല്ലാവരുമായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക, തിന്മയിൽ ആരുമായിട്ടും സഹകരിക്കാൻ പാടില്ല. ഇതൊരു പൊതു തത്വമാണ്. എല്ലാവരുമായിട്ടും നല്ല നിലക്കുള്ള സഹകരണം നമ്മുടെ ബാധ്യതയാണ്. തിന്മയിലാകട്ടെ ആരുമായിട്ടും സഹകരണം പാടില്ല. അപ്പം ഇവിടെ ഈ രാജ്യത്ത് ഒരു നന്മ വരുന്ന വിഷയത്തിൽ നമ്മൾ സഹകരിക്കണം, എല്ലാവരോടുമായി സഹകരിക്കണം. ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ ഒരു പ്രവർത്തനത്തിൽ ഒരു വിഭാഗീയതയും കാണാതെ മുസ്ലിങ്ങളെല്ലാവരും സഹകരിച്ചേ പറ്റൂ. അത് ഇസ്ലാമിൻ്റെ ആശയമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം നോക്കുക നിങ്ങൾ. നബിയാകുന്നതിന് മുമ്പ് 40 വയസ്സിന് മുമ്പ് അറേബ്യൻ രാജ്യത്തിൻ്റെ ചില പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടി അവിടെ മക്കയിൽ വരുന്ന ആളുകൾക്ക് ഈ കയ്യേറ്റവും അക്രമവും ഒക്കെ ഏൽക്കേണ്ടി വന്നപ്പോൾ ആ നാട്ടിലെ ഒരു പൗരപ്രമുഖനും അതുപോലെ തന്നെ സാമൂഹിക സേവന രംഗത്തൊക്കെ മുന്നിൽ നിന്നിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ജുദാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിലൊരു യോഗം വിളിച്ചു കൂട്ടി. ഹിൽഫുൽ ഫുദൂൽ എന്ന പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. ആ യോഗത്തിൽ നബിയാകുന്നതിന് മുമ്പ് മുഹമ്മദുൽ അമീൻ അതിൽ പങ്കെടുത്തിരുന്നു. ആ ചർച്ചയുടെ ഈ റിസൾട്ടായിട്ട് പുറത്തു വന്നത്, ആര് ഇവിടെ വന്നാലും അവർ സുരക്ഷിതരായിരിക്കണം. മക്കയിൽ വരുന്നവർ, ഹജ്ജ് ഉംറയ്ക്ക് ഉദ്ദേശിച്ച് വരുന്നവർ, അതിന് ഈ സമിതി ബാധ്യസ്ഥമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അതിനനുസരിച്ച് അവിടെ സമാധാന അന്തരീക്ഷം വന്നു. 40 വയസ്സിൽ നബിയായതിനു ശേഷം പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അന്ന് അബ്ദുല്ലാഹി ഇബ്നു ജുദാൻ്റെ വീട്ടിൽ നടന്നപ്പോൾ ഒരു ചർച്ചയ്ക്ക് ലൗ ദുഈതു ബിഹി അൽ യൗം ഫിൽ ഇസ്ലാമി ലാ അജബ്തുന, ഈ ഇസ്ലാമായിരിക്കെ എന്നെ അതിലേക്ക് ക്ഷണിച്ചാൽ, അതുപോലത്തെ ഒന്നിലേക്ക് ക്ഷണിച്ചാൽ ഞാൻ അവിടെ ഒന്നാമത് കടന്നു ചെല്ലുമെന്നാണ് റസൂൽ പറയുന്നത്. അതിനർത്ഥം ഒരു നാട്ടിൻ്റെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ, അവിടുത്തെ സാമൂഹിക സുരക്ഷിതത്വം നിലനിർത്താൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതിലൊക്കെ മുസ്ലിങ്ങൾ അവരുടേതായ പങ്ക് വഹിക്കണമെന്നാണ് ഇത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ്. അത് ഈ നാട്ടിലെല്ലാ പൗരന്മാർക്കും തുല്യ അവകാശവും ഉത്തരവാദിത്വവും ഒക്കെ നൽകുന്നുണ്ട്. ഈ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ ഭരണഘടനയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പൗരന്മാരൊക്കെ വളരെ നന്നായിട്ട് ഇവിടെ ജീവിച്ചു പോകുന്നത്. ആ സാഹചര്യം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളാൽ കഴിയുന്ന സേവനങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. കാരണം ഈ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അധികാരത്തിൽ നിന്ന് സ്വതന്ത്രമാകാൻ പരിശ്രമിക്കുകയും യുദ്ധം ചെയ്യുകയും അതിനുവേണ്ടി പോരാടുകയും വീറോടെ വാദിക്കുകയും ഒക്കെ ചെയ്ത കൂട്ടത്തിൽ എല്ലാവരെയും പോലെ മുസ്ലിങ്ങളുമുണ്ട്. മുസ്ലിങ്ങൾ വളരെ ശക്തമായിട്ട് ആ വാദത്തിന് വേണ്ടി പിന്തുണച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് നമ്മളൊക്കെ നേടിയെടുത്തൊരു രാജ്യം നമ്മൾക്കതിൻ്റെ അധികാരവും സ്വാതന്ത്ര്യവും ഒക്കെ ഉപയോഗിച്ച് നിലനിർത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭരണഘടന ശില്പികളിലും മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മൾക്ക് ബാധ്യസ്ഥതയുണ്ട്. ചില അശുഭകരമായ രംഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ സ്ഥിരം സ്വഭാവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ മാറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. വിശുദ്ധ ഖുർആൻ്റെ ഒരു വാക്യം കൂടി സാന്ദർഭികമായിട്ട് ഓർക്കുക, ആരും നമ്മുടെ നിത്യശത്രുക്കളല്ല. അസല്ലാഹു യജഅല ബൈനക്കും വബൈനല്ലദീന ആദൈതും മിൻഹും മവദ്ദതൻ.
അള്ളാഹു പറയുന്നത്, നിങ്ങൾ ആരുമായിട്ടൊക്കെ ശത്രുത നിലനിൽക്കുന്നുണ്ടോ അവരുമായിട്ട് അള്ളാഹു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കും എന്നാണ്. അവർ മുസ്ലിങ്ങളാക്കുമെന്നല്ല, അവർക്ക് ആ നിലയിൽ നിൽക്കെ തന്നെ അവരുടെ ശത്രുതാ മനോഭാവം മാറ്റി അതൊക്കെ മാറ്റിയെടുക്കാൻ അള്ളാഹുവിന് കഴിയും. ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു ഖദീറാണ്, കഴിവുള്ളവനാണ്, ഗഫൂറാണ്, കൊടുക്കുന്നവനാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന് കഴിയും. അപ്പോൾ ആ സാഹചര്യം നിലവിൽ വരും. അതിനൊക്കെ നമ്മളും ശ്രമിക്കുക. അങ്ങനെ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഒരു നല്ല രാജ്യത്തിന് വേണ്ടി, നല്ല നാളേക്ക് വേണ്ടി ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുന്നു.